ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജെയം ജണി. മൂന്ന് സിനിമകളെ കുറിച്ചാണ് പറയാനുള്ളത്. ബാറോസ്, ടർബോ ആൻഡ് ചിയാൻ വിക്രത്തിന്റെ ധ്രുവ് വിക്രത്തിന്റെ മാരി സെൽവരാജ് മൂവി. അതിന്റെ അനൗൺസ്മെന്റ് ഇവിടെ നിന്ന് വന്നിട്ടുണ്ട്. എവിടെ തുടങ്ങും ചോദിച്ചാൽ ആദ്യം തന്നെ പറയേണ്ടത് ബാറോസ് ആണ്. ബാറോസിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട് ആൻഡ് തിയേറ്ററിലേക്ക് സിനിമ എത്തുന്ന റിലീസ് ഡേറ്റും കൂടെ പുറത്തു വിട്ടിട്ടുണ്ട്. ഇതാണ് പോസ്റ്റർ. പോസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള പോസ്റ്ററാണ്. കാരണം ഇവരിതൊരു പക്ക ഒരു ഫാന്റസി മൂവി ആയിട്ടാണ് ഇവർ ചെയ്യുന്നത്, അല്ലെ? ഒരു ഫാന്റസി ഡ്രാമ കൈൻഡ് ഓഫ് പരിപാടിയാണ്. മാത്രമല്ല ഇത് കൂടുതലും കുട്ടികൾക്ക് വേണ്ടിയിട്ടും കൂടെ ചെയ്യുന്ന ഒരു സിനിമ ആവാനുള്ള സാധ്യതയുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ പ്ലീസിംഗ് ആയിട്ട് അനുഭവമുള്ള അങ്ങനെ തോന്നുന്ന ഒരു സിനിമ ആവാനുള്ള സാധ്യതയും കൂടെ ഉണ്ട്. മാത്രമല്ല ഇതിന്റെ ഒരു മേക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന്റെ ലാസ്റ്റ് കുറേ സ്റ്റിൽസ്, അതായത് ഇതിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ സ്റ്റിൽസും അതുപോലെ അതിന്റെ വിഷ്വൽസിന്റെ കുറെ സ്റ്റിൽസും അങ്ങനെ കുറെ സംഭവങ്ങൾ ഇവർ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് എന്താ പറയാ, ഭയങ്കര ഹോളിവുഡ് സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പക്കാ ഫാന്റസി ആനിമേഷൻ മൂവീസിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു കോസ്റ്റ്യൂമും അങ്ങനെ തോന്നിയിരുന്നു. ഇവിടെ ഈ പോസ്റ്ററിലേക്ക് വരുമ്പോഴും ശരിക്കും അങ്ങനെ നമ്മളൊരു കഥ വായിക്കുന്ന പോലത്തെ ഒരു ഫാന്റസി നോവലൊക്കെ വായിക്കുമ്പോൾ അതിലുള്ള ക്യാരക്ടേഴ്സിനെ പോലെ ലാലേട്ടനെയും ആ കുട്ടീനെയും മൊത്തത്തിൽ ആ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഞാൻ ആ ഒരു മേക്കിംഗ് വീഡിയോ കണ്ടപ്പോഴും പറഞ്ഞിരുന്നു, എല്ലാവരും വലിയ വലിയ മുതുക്കന്മാർ ഈ സിനിമയ്ക്ക് പോയിട്ട് അയ്യേ എന്തോ സിനിമ ചോദിക്കുന്ന ഒരു അവസരം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് കുട്ടികൾക്ക് കുറച്ചും കൂടെ കുട്ടികളെ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ ഇറങ്ങുന്ന ഒരു സിനിമയാണ് സാധ്യതയുണ്ട്. ഒരു ഫാന്റസി സിനിമ മലയാളത്തിൽ നിന്ന് വരുന്നു, അതും പക്ക ഒരു 100% ഒരു ഇൻ ആൻഡ് ഔട്ട് ഒരു ഫാന്റസി സിനിമ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നിന്ന് വരുന്ന സിനിമയാണ്. അപ്പൊ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് അഴഞ്ഞ് ഒരു എയർ വിട്ട് ഓക്കെ ഇതിന്റെ ടെക്നിക്കാലിറ്റി അതൊക്കെ എങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ മനസ്സിലാക്കി കുറച്ചൊക്കെ അതിന്റെ ലിമിറ്റേഷൻസ് ഒക്കെ മനസ്സിലാക്കി കാണണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. എന്തായാലും പോസ്റ്ററിലേക്ക് വരുമ്പോൾ ആദ്യത്തെ അട്രാക്ഷൻ തന്നെ തീർച്ചയായിട്ടും ലാലേട്ടനാണ്. ആ ലാലേട്ടന്റെ ആ ഒരു മുടിയും ക്യാപ്പും ഡ്രസ്സിങ് സ്റ്റൈലും പുള്ളിന്റെ കയ്യിലുള്ള മറ്റേ ബെന്ന് ബേക്ക് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, ആ പരിപാടി. അതുപോലെ തൊട്ടടിക്കുന്ന കുട്ടി ശരിക്കും ഒരു ഡോള് പോലെ ഉണ്ട്, ഭയങ്കര പാവക്കുട്ടി പോലെ ഫീൽ ചെയ്യുന്ന ഒരു വളരെ സുന്ദരിയായിട്ടുള്ള ഒരു കുട്ടി. കുട്ടീൻ്റെ ഡ്രസ്സിങ് ആണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്ന ഈ പാർട്ടി വെയറിലൊക്കെ അങ്ങനെ നമ്മളിവിടെ അങ്ങനെ പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യും. ഹോളിവുഡ് സിനിമകളിൽ കൂടുതലും പ്രത്യേകിച്ച് ഇങ്ങനെ ആനിമേഷൻ മൂവീസിലും ഫാന്റസി മൂവീസിലൊക്കെ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ഡ്രസ്സ് കാണാറുണ്ട്. സെയിം ആ ഒരു ലൈൻ തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. ആൻഡ് തൊട്ടുമുകളിലിരിക്കുന്ന കുരുവിയാണോ ഇത് കൂടുതൽ ആ കിളി, എന്ത് കിളിയാണെന്ന് എനിക്കറിയില്ല. ആ കിളിയാണെങ്കിലും പിന്നെ ബാറോസ് നദിയിലുള്ള ഒരു സ്റ്റൈൽ, പുറകിലുള്ള ഒരു വാതിൽ കാണുന്നുണ്ട്, ഒരു ബിൽഡിംഗ് കാണുന്നുണ്ട്. അതില് എന്താ പറയാ, അതിന്റെ വർക്കിനുള്ള മരത്തിന്റെ വർക്കിൽ കുറെ ഇലകള്, ഭയങ്കര രസമുണ്ട് എന്തായാലും കാണാൻ. പിന്നെ റിലീസ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത് 12 സെപ്റ്റംബർ 2024. അത് സെപ്റ്റംബർ 12 സിനിമ റിലീസിനെത്തുന്ന പറഞ്ഞിരിക്കുന്നത്. കുറച്ച് സമയം ഉണ്ട് കാത്തിരിക്കാൻ. ഇതിപ്പോ 5ാം മാസം അല്ലെ, സെപ്റ്റംബർ ഡിസംബർ 11ാം മാസം എന്ന് പറയുമ്പോൾ ഒരു 6 മാസം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും അപ്പോഴേക്ക് ഇവര് എന്തോ ഒരു ബിഗ് സാധനം നമുക്ക് തരുന്ന തന്നെ വിശ്വസിക്കാം. ഇതിന് ടീച്ചർ വരാണ്ട്, ട്രെയിലർ വരാണ്ട്, വേറെ എന്തെങ്കിലും ഗ്ലിംസുകൾ ഉണ്ടെങ്കിൽ അത് വരാനുണ്ട്. അപ്പൊ ഒക്കെ വരട്ടെ. അപ്പൊ ഏകദേശം നമുക്ക് എന്താണ് പരിപാടി മനസ്സിലാവണമെങ്കിൽ ടീച്ചറോ ട്രെയിലറോ വരണം. വിഷ്വലി കാണുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ. എന്തായാലും എനിക്ക് പോസ്റ്റർ പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. അത് കഴിഞ്ഞാൽ പറയാനുള്ളത് ഓഫ്കോഴ്സ് ടർബോ, മമ്മൂക്ക. ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അതിൽ ടർബോന്റെ കുറച്ച് വിഷയങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഈ പോസ്റ്റർ റിയാക്ട് ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ഞങ്ങൾ എഡിറ്റ് ചെയ്ത സമയത്ത് അവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ റിയാക്ട് ചെയ്തിട്ടില്ല. കാരണം ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരുന്നത്, പിന്നെ നമുക്ക് അതിന് സമയം കിട്ടിയില്ല. പക്ഷെ ഒരുപാട് ആളുകൾ, ഈവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് പോലും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ എന്താണ് അത് റിയാക്ട് ചെയ്യാത്തതെന്ന്. അപ്പോൾ മമ്മൂക്കയുടെ ഒരു പടത്തിന് വേണ്ടി, എസ്പെഷ്യലി ഈ ഒരു ടർബോ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി അത്രയധികം ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും ഇതാണ് പോസ്റ്റർ. പോസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഗംഭീരമായിട്ടുള്ള പോസ്റ്റർ. നമുക്ക് എൻ്റെ നെറ്റി ഇവിടെ പൊട്ടിയിട്ട് ചോര ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പൊ എന്തോ ഒരു അടി കഴിഞ്ഞ് ആകെ തരിപ്പണമായിട്ടിരിക്കുന്ന പരിപാടിയാണ്. അല്ലെങ്കിൽ അടിന്റെ ഇടയിലുള്ള ഒരു സംഭവമാണ്. പിന്നെ ഈ പോസ്റ്ററിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എല്ലാ പോസ്റ്ററും ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള മിക്ക പോസ്റ്ററും ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് റെഡോ, കൂടുതലും റെഡാണ്, ഇല്ലെങ്കിൽ എന്തോ പാർട്ടി നടക്കുന്നതിന്റെയോ അല്ലെങ്കിൽ ഈ പൂരം നടക്കുന്ന സമയത്ത് ഈ പടക്കമൊക്കെ പൊട്ടിട്ട് അതിന്റെ ഒക്കെ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ മൊത്തത്തിൽ ഒരു കളർഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കളർഫുൾ ആയിട്ടുള്ള സംഭവം വന്നതിന്റെ നമുക്ക് ശരിക്കും ഇതിൽ അറിയാനുണ്ട് എന്നുള്ളതാണ്. അതായത് ഇതിന്റെ മുഖത്തും ഡ്രസ്സിലും മൊത്തം അത് കാണാനുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് ആ ഒരു വിഷ്വൽ തന്നെ അങ്ങനെ ആയിരിക്കും. അതിന്റെ ആ ഒരു എന്താ പറയുക, ഈ പറഞ്ഞ പോലെ പാർട്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്ന ഒരു സംഭവമൊക്കെ ആണെങ്കിൽ അതിന്റെ ആ വീഡിയോന്റെ ഇടയിൽ നിന്ന് എടുത്ത സ്റ്റില്ല് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിനായിട്ട് എടുത്തൊരു ഫോട്ടോ പോലെ തോന്നുന്നില്ല.
പിന്നെ ഇതിൽ പറയാനുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കുറച്ചു കാലം മുമ്പ്, കുറെ മുമ്പൊക്കെ ആണെങ്കിൽ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിന്റെ പോസ്റ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഏതെങ്കിലും ഒഴിഞ്ഞ വാളിന്റെ പുറത്തോ അത് ചുമരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ ബിൽഡിങ്ങിന്റെ ഒക്കെ പുറത്ത് ഒരുപാട് പോസ്റ്റേഴ്സ് ഇങ്ങനെ കാണാം. നായകന്റെയും നായികയുടെയും മറ്റ് വില്ലന്റെ ഒക്കെ പോസ്റ്റേഴ്സ് നമുക്ക് കാണാം. ആ പോസ്റ്റർ കണ്ടിട്ടാണ്, അതായത് പ്രൊമോഷൻ മെറ്റീരിയൽ ആയിട്ട് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന പരിപാടി അതാണല്ലോ. അപ്പൊ അത് കണ്ടിട്ടാണ് ആളുകളെ തിയേറ്ററിലേക്ക് അട്രാക്ട് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് ഇങ്ങനെ ആകർഷിച്ചിരുന്നത്. ഈ ടെർബോ എന്ന് പറഞ്ഞ സിനിമയുടെ എല്ലാ പോസ്റ്ററും കാണുമ്പോൾ നമുക്ക് കറക്റ്റ് അന്ന് ആ ഒരു പോസ്റ്ററിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു പരിപാടി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആർക്കൊക്കെ ഫീൽ ചെയ്ത് എനിക്ക് അറിയില്ല. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് താറിന്റെ ജീപ്പിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു പോസ്റ്റർ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, മുണ്ടും ഷർട്ട് ഇട്ടിട്ടുള്ള സംഭവം, അതിനുശേഷം ആ ജീപ്പിന്റെ പുറത്ത് കയറി ഇരുന്നിട്ടുള്ള ഒരു സംഭവം, അത് ജൂണിൽ സിനിമ ഇറങ്ങുന്ന പറഞ്ഞാൽ ആദ്യത്തെ റിലീസ് ഡേറ്റ് വന്നപ്പോൾ ഇറങ്ങിയത്. അതിനുശേഷം വന്നിട്ടുള്ള ഒരു പോസ്റ്റർ ആണെങ്കിൽ അത്, ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു പോസ്റ്റർ ആണെങ്കിലും ശരിക്കും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഈ ചുമരിലൊക്കെ പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി ചെയ്തിരുന്ന അന്നത്തെ പഴയകാല സിനിമകൾക്ക് യൂസ് ചെയ്തിരുന്ന തരത്തിലുള്ള ഭയങ്കര മാസ്സായിട്ടുള്ള ഒരു സാധനം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും. പിന്നെ ഇതൊരു പക്ക ഇടിപ്പടമാണ്. ഇവിടെ മമ്മൂക്കേന്റെ കോലം കണ്ടാൽ തന്നെ അറിയാം. അത് ഓസ്ലറിന്റെ ഒരു ഇന്റർവ്യൂലാണ് തോന്നുന്നു, മിഥുൻ മാനുവൽ തോമസിനോട് ഈ സിനിമയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഈ ടർബോ എന്താണ് ചോദിച്ചപ്പോൾ ഇടി, അതാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഇടി, അത്രേ ഉള്ളൂ. അതായത് ഇടിയോടിടി, അതാണ് പരിപാടി. അപ്പോൾ ഞാനും ഈഗർലി വെയിറ്റിംഗ് ഫോർ ദിസ് വൺ. കാരണം ശരിക്കും ഒരു മമ്മൂക്ക മൂവി എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് മമ്മൂക്കയുടെ ഒരു അടിപ്പടം എന്നുള്ളതാണ്. ആ അടിപ്പടം എന്നുള്ള ഒരു സംഭവം, ആ ഒരു ലേബലിലാണ് ഞാനിത് കാത്തിരിക്കുന്നത്. എന്തായാലും കിടിലൻ സാധനം. ഇനി ഇതല്ലാതെ നമുക്ക് പറയാനുള്ളത് ഒരു തമിഴ് സിനിമയെ കുറിച്ചാണ്. അതായത് മാരി സെൽവരാജ് സിനിമ, പാരഞ്ചി സംവിധാനം ചെയ്യുന്ന സിനിമ, ധ്രുവ് വിക്രം നായകനായിട്ട് വരുന്ന സിനിമ. ഈ സിനിമയുടെ പോസ്റ്ററുകളെല്ലാം കിടിലൻ പോസ്റ്ററായിരുന്നു. ഇന്നലെ ഒരു പോസ്റ്റർ വന്നിരുന്നു, അത് ടുമോറോ 10 AM എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ ടൈം അനൗൺസ്മെന്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റർ ഇതാണ്. കിടിലൻ സാധനം. ശരിക്കും അത് കണ്ടു കഴിഞ്ഞാൽ ഇതിപ്പോ എന്താണ് മനസ്സിലാവില്ല. ഇത് ഓക്കെ, ഒരു മനുഷ്യന്റെ കാലാണ്, പക്ഷെ മൊത്തത്തിൽ കാണുമ്പോൾ ഒരു സിംഹമോ അല്ലെങ്കിൽ കാളയോ അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്ന ഒരു സംഭവം. അത് മാത്രമല്ല ഇത് എന്തോ ഒരു സംതിങ് ബിഗ് അല്ലേ, എന്തൊരു അങ്ങനത്തെ ഒരു സാധനം വരുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം അത്തരത്തിൽ എന്താ പറയുക, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള തരത്തിലൊരു സാധനമാകുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ചിന്തേനെ ശരി വെക്കുന്ന രീതിയിലാണ് ഇന്ന് ആ പോസ്റ്റർ വന്നിട്ടുള്ളത്. ഇതാണ് പോസ്റ്റർ. ബൈസൺ എന്നാണ് സിനിമയുടെ പേര്. പുറകിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു കൂറ്റൻ കാളയുടെ ഒരു പ്രതിമയുണ്ട്. ആ പ്രതിമയുടെ തൊട്ട് മുമ്പിലിരിക്കുന്ന ഒരു കൂറ്റൻ കാളയോട് താരതമ്യപ്പെടുത്താവുന്ന രീതിയിലുള്ള ധ്രുവ് വിക്രമിന്റെ ഒരു ഫോട്ടോ. കിടിലൻ സാധനം. ഞാൻ പറഞ്ഞില്ല, എന്തോ ഒരു ഭയങ്കര പ്രത്യേകത, ഒരു ഡിഫറൻസ് ഉണ്ട് മറ്റുള്ള സിനിമകളുടെ പോസ്റ്ററിൽ നിന്നൊരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മാരി സെൽവരാജ് സിനിമയാണ്, പാരഞ്ചിത്താണ്. പാരഞ്ചിത്ത് എന്ന് പറയുമ്പോൾ അറിയാലോ, ധ്രുവ് എന്ന് പറയുമ്പോൾ അച്ഛനെ കൊണ്ട് അവിടെ ഭയങ്കര പണി എടുപ്പിച്ചിട്ടുണ്ട്. തങ്കലൻ എന്ന് പറഞ്ഞ സിനിമയുടെ പുള്ളിക്കാരന്റെ മേക്ക് ഓവർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, അതിന്റെ മേക്കിംഗ് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഈവൻ അതിന് വന്നിട്ടുള്ള എല്ലാ ക്ലീംസും കിടിലൻ സാധനമായിരുന്നു. ഇപ്പൊ മകനെ വെച്ചിട്ട് എന്താണോ ചെയ്യാൻ പോകുന്നത് പുള്ളിക്കാരൻ അറിയുള്ളൂ, കാത്തിരുന്ന് കാണുന്നേ വേണം. ഇവിടെ താഴെ ബൈസൺ എന്നുള്ളതിന് ഹാഷ്ടാഗിന്റെ തൊട്ടുകൂടെ തന്നെ കാലമാടൻ എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ കാലമാടൻ, കാലമാടൻ, ആ കാലമാടനല്ല, എനിക്കൊണ്ടത് കാലൻ എന്നൊക്കെ പറയില്ല നമ്മള്, കാലൻ വന്നു എന്നൊക്കെ പറയുന്ന രീതിയിൽ അങ്ങനെ എന്തോ സംഭവമാണ് തോന്നുന്നു. എന്തായാലും കിടിലൻ പോസ്റ്റർ, വേറൊന്നും പറയാനില്ല. ഈ സിനിമയിൽ ഈ ബൈസൺ എന്നുള്ളത് വേറെ എവിടെയോ കണ്ട പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ബൈസൺസ് എന്ന് പറഞ്ഞൊരു ജിം ഉണ്ടായിരുന്നു, അതല്ലാണ്ട് ബൈസൺ എന്നുള്ളത് വേറെ എന്തോ സംഭവമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് എന്താന്ന് ശരിക്കും മനസ്സിലായില്ല. അപ്പൊ ഇതിന്റെ ഒരു ത്രെഡ് എന്താണ്, അല്ലെങ്കിൽ വൺ ലൈൻ എന്താണ്, എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണെന്നൊക്കെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക. അപ്പൊ ഈ പ്രധാനപ്പെട്ട ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പറയാനുണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ നിങ്ങൾ കാത്തിരിക്കുന്ന, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ള സിനിമ ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള പോസ്റ്റർ ഏതാണുള്ളത് തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക. തമിഴ് സിനിമ തീർച്ചയായും നമുക്ക് മാറ്റി വെക്കാം, ബൈസ് എന്നുള്ളത് മാറ്റിയാൽ. കാരണം ലാലേട്ടൻ ഫാനും മമ്മൂക്ക ഫാനൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ തന്നെ ആയിരിക്കും. അതുകൊണ്ട് അതവിടെ മാറ്റി വെക്കാം. പക്ഷെ ബാറോസ് ആണോ ടെർബോ ആണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? നിങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷയുള്ളത് ടെർബോയിലാണോ ബറോസിലാണോ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോസ്റ്റർ ബറോസിന്റെ ആണോ അതോ ടെർബോയുടെ ആണോ എന്നുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം, മറക്കാതെ ലൈക്ക് ചെയ്യുക. നോക്കാം എത്രമാത്രം ലൈക്സ് കയറി വരും എന്നുള്ളത്. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ